4-5 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഫിനാലെയാണ്. അപ്പം ഒരു കാര്യം ഉറപ്പായി, എന്തായിരുന്നാലും ഫിനാലയിൽ ഞാനില്ല. ബിഗ് ബോസിലേക്ക് വിളിക്കാത്ത ദേഷ്യം നല്ലപോലെ ഉണ്ട് അസിറോക്കിക്ക്. അപ്പൊ അസിറോക്കി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ സെർഗീൻ വിളിച്ചു പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ ആൾക്കും വിളിച്ചു പറയാനുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല സിജോ പുറത്തായത്, അതായത് സിജോ ടോപ്പ് 5 എത്തേണ്ടതായിരുന്നു. അസിറോക്കി അടിച്ചിട്ടാണല്ലോ സിജോ പുറത്തായത്. അപ്പൊ സിജോനെ വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ അസിറോക്കി വർത്താനം പറയുന്നുണ്ടായിരുന്നത് കേട്ടോ ഈ വീഡിയോയിലും. അപ്പൊ സിജോ പുറത്തു പോയത് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് അവിടെ ഉള്ളിൽ നിൽക്കണമെന്നും ആൾക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് അസിറോക്കി പറയുന്നത്. നമുക്ക് ഫിനാലേക്ക് പോകാതിന്റെ നല്ല വിഷമമുണ്ട്. ഇത്രയും ചെറ്റത്തരം കാണിച്ചിട്ടും ആളെ വിളിക്കും, അതായത് ബിഗ് ബോസിന്റെ അധികൃതർ ആളെ വിളിക്കും എന്ന് എക്സ്പെക്ട് ചെയ്ത് തന്നെ വളരെ തെറ്റായ കാര്യമാണ്. പറഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂവോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടുമില്ല എക്സ്ക്ലൂസീവായിട്ട്. ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ലാണ്ട്. പക്ഷെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്, എനിക്കും പറയാനുണ്ട് ഒരുപാട്, അല്ലേ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയെ പറ്റി, ഷോയിലുള്ള ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയെ പറ്റി, അല്ലെങ്കിൽ ആ ഷോ എന്താണ്, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, ഷോയിൽ നടക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് റോക്കി പുറത്തു പോയതും, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഫൈനൽ 5 എത്തുമെന്ന് വിചാരിച്ചത് സിജോ ഇപ്പം പുറത്തു പോയതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളടുത്ത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്ര അഗ്രഷനൊന്നും കാണിക്കാതെ നല്ലപോലെ കളിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിന്നറോ അല്ലെങ്കിൽ പിന്നെ ടോപ്പ് 5 എത്തേണ്ട ഒരാൾ തന്നെയായിരുന്നു അസിറോക്കി. പക്ഷെ ഇത്രയ്ക്കും ദേഷ്യം വെച്ച് പുലർത്തുന്ന ഒരാൾ എന്തായാലും ഫിനാലെ വീക്കിലേക്ക് ബിഗ് ബോസ് വിളിക്കാൻ പാടില്ല. പിന്നെ ഈ സീസണിൽ കുറച്ച് അധികം പ്രശ്നങ്ങളായിട്ട് ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ടീമിനും ഒക്കെ കുറെ തെറി കേൾക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അസിറോക്കിനെ കൂടെ വിളിപ്പിച്ചിട്ട് എന്തായാലും അത് ഏഷ്യാനെറ്റ് ചെയ്യുന്ന ഒരു കാര്യമേ ഇല്ല. അസിറോക്കിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ അധികൃതരും പൊട്ടന്മാരും പിന്നെ പ്രേക്ഷകരും പൊട്ടന്മാരൊന്നും അല്ല. എന്തായാലും ആളെ എയറിൽ വെറുതെ കയറ്റി വിടുന്ന ആൾക്കാർ വെറുതെ ഇങ്ങനെ പൊക്കി പറഞ്ഞ് ആളും എന്തൊക്കെയോ ഞാൻ എന്തൊക്കെയോ ആയെന്നുള്ളൊരു ഭാവമായിട്ട്. അതുകൊണ്ട് ആളെ ഇങ്ങനെ വരുന്നു, ലൈവില് വരുന്നു, വീഡിയോ ഇടുന്നു, എന്തൊക്കെയോ പോലെ സംസാരിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് എത്ര നാളുണ്ടാവും എന്ന് അറിയാം. ഇനിയിപ്പോ എന്ത് കാര്യങ്ങളാണ് വിളിച്ചു പറയാൻ പോകുന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. അതും കാത്തിരുന്ന് കാണാം.